ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ നോക്കാൻ പോകുന്നത് പുതിയൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഫോണ് എത്ര വില കൂടിയ ഫോണാണെങ്കിലും, എത്ര സ്റ്റോറേജ് കൂടുതലുള്ളതായിരിക്കും അല്ലെങ്കിൽ മെമ്മറി കൂടുതലുള്ളതായിരിക്കും എങ്കിലും നമ്മളുടെ ഫോൺ ഇടയ്ക്കൊക്കെ ഒന്ന് ഹാങ് ആവുന്ന ഒരു പ്രശ്നം നമുക്ക് സാധാരണ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു മറുപടി ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്ത് ചുമന്നാണ് കിടക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ചുമന്ന ബട്ടനും ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെല്ല് വരും, ആ ബെല്ലും ഒന്ന് അമർത്തി കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ കഴിയും. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും താഴെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും കോൺടാക്ട്സ് നമ്പറിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നമ്മളുടെ ഫോണിൻ്റെ ഹാങ്ങിങ് പ്രോബ്ലം ഒരു പരിധിവരെ നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. അത് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മളുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം എന്നുള്ളൊരു ആപ്പുണ്ട്. എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ സ്ഥിരമായിട്ട് മിക്കവാറും എല്ലാ ദിവസവും ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ദിവസം അല്ലെങ്കിലും ഒരാഴ്ചയിലെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ യൂസ് ചെയ്യും ഈ ഗൂഗിൾ ക്രോം. അപ്പോൾ ഈ ഗൂഗിൾ ക്രോമിലുള്ള കുറച്ച് സെറ്റിങ്സ് നമ്മൾ മാറ്റിയിട്ടാൽ നമുക്ക് കുറേയൊക്കെ നമ്മളുടെ ഫോണിൻ്റെ ഹാങ്ങിങ് പ്രോബ്ലം മാറ്റിക്കിട്ടും. പിന്നെ നമുക്കൊരു സെക്യൂരിറ്റി കൂടി കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ആക്കാം. നമ്മുടെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നമുക്ക് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു 3 കുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ കുത്തുമ്പോൾ നമ്മൾ അമർത്തുകയാണ്. അമർത്തി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഏറ്റവും ലാസ്റ്റിന് മുകളിലായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും, സെറ്റിങ്സിൻ്റെ പടമായിട്ട്. അപ്പോൾ അത് അമർത്തുക. അത് അമർത്തിക്കാതെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നമുക്ക് താഴേലേക്ക് ഒന്ന് പോകണം. താഴെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും താഴെയിൽ നിന്നും ഒരു 4-മതായിട്ട് സൈറ്റ് സെറ്റിങ്സ് കാണാൻ പറ്റും. സൈറ്റ് സെറ്റിങ്സ് അമർത്തുക. സൈറ്റ് സെറ്റിങ്സ് അമർത്തി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡാറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനമായിട്ട് നമുക്കൊരു 3 വരെയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് അമർത്തുക. അത് അമർത്തി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ഇതുവരെയും, അതായത് ഈ ഫോൺ നമ്മൾ യൂസ് ചെയ്തിട്ട് ഫോൺ നിലവിൽ നമ്മൾ വാങ്ങിയിട്ട് ഗൂഗിൾ ക്രോം നമ്മൾ എപ്പോഴൊക്കെ എടുത്തിരുന്നോ അത്രയത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോർ ആവുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മളുടെ ഒരുപാട് ഡാറ്റകളൊക്കെ നമ്മൾ നഷ്ടപ്പെടും, മെമ്മറിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഡിലീറ്റ് ഓൾ ഡാറ്റ. അപ്പോൾ നമ്മൾ ഈ ഡിലീറ്റ് ഓൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ കുറേ സ്റ്റോറേജുകൾ കിട്ടും. പിന്നെ നമ്മളുടെ ഫോണൊന്ന് റീഫ്രഷ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സൈറ്റുകളിലൊക്കെ നമുക്ക് പരിചയമില്ലാത്ത സൈറ്റുകളും നമ്മൾ മറ്റുള്ള ലിങ്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ ലിങ്കുകൾ കയറി ക്ലിക്ക് ചെയ്യുകയും അങ്ങനെ ഒരുപാട് സൈറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഗൂഗിൾ ക്രോമിൽ സേവായി കിടപ്പുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കളയാനായിട്ട് ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ മാർഗ്ഗത്തിന് വേണ്ടി നമ്മൾ ഡിലീറ്റ് ഓൾ ഡാറ്റ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും റൈറ്റ് സൈഡിലായിട്ട് എത്ര MB വെച്ച് ഓരോ സൈറ്റുകൾ നമ്മളുടെ ഫോണിൽ ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് 25, 21 അങ്ങനെ ഓരോ ഏറ്റവും കൂടുതലുള്ള MB എടുത്തേക്കുന്ന സൈറ്റ് ഏതാണോ അതിൻ്റെ പേരാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അങ്ങനെ തുടങ്ങി ഒരു അസെൻഡിങ് ഓർഡറിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്, നമ്മൾ ഫോണിലെ സ്റ്റോറേജ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡിലീറ്റ് ഓൾ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനത് അമർത്തുകയാണ്. അമർത്തി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത്. അതായത് നമ്മളുടെ 99 MB ഞാൻ ഈ ഫോണിൽ സ്റ്റോറേജായിട്ട് ഈ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഈ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്റ്റോറേജ് കിട്ടും. എൻ്റെ ഈ 99 MB കാണിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ
നിങ്ങളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 1 GB 2 GB 3 GB ഒക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഞാനിതിവിടെ ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഡാറ്റ സ്റ്റോർഡ് എന്നുള്ള സംഭവത്തിൽ ഒരു വെബ്സൈറ്റിലെ ഒരു ലിങ്കുകളോ ഒരു വെബ്സൈറ്റിലെ ഒരു നെയിമുകളോ ഒന്നും നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം മറ്റൊരു സെറ്റിങ്സ് ഓഫ് ചെയ്തിടുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോൾ ആ സെറ്റിങ്സ് നമ്മൾ ഓഫാക്കിയിട്ടിട്ട് ഇടാറില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് പോകുന്നു. അതിനുശേഷം ഈ ഡാറ്റ സ്റ്റോർഡ് എന്നുള്ളതിന് മുകളിലായിട്ട് കുറച്ച് മുകളിലായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ 3 വരയായിട്ട് ഒരു റൗണ്ടായിട്ട് ഓൺ ഡിവൈസ് സൈറ്റ് ഡാറ്റ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതമർത്തുക. അതമർത്തി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളുടെ ഡിവൈസിൽ സൈറ്റ് ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്തിടുക. സാധാരണ ഇത് ബ്ലൂ ടിക്കോ പച്ചട്ടിക്കോ ആയിരിക്കും. അപ്പോൾ അത് ഓഫ് ചെയ്തിടുക. ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് ഓഫായി. ഇവിടെ കാണിക്കും ടേൺ ഓഫ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഓൺ ഡിവൈസ് ഡാറ്റ ഓൾറെഡി ഇപ്പോൾ നമ്മളുടെ ഓഫായി കിട്ടി. അപ്പോൾ നമ്മളുടെ ഫോണിൽ നിലവിൽ സൈറ്റുകളിൽ നിന്നൊന്നും ഒരു വെബ്സൈറ്റ്സ് ഒന്നും സേവ് ആക്കി കിടക്കില്ല. അപ്പോൾ ഈ സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്തിടുക. ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മളുടെ ഗൂഗിൾ ക്രോമിൽ വീണ്ടും വരിക. വന്നതിന് ശേഷം ഈ 3 കുത്തിലമർത്തുക. 3 കുത്തിലമർത്തിയതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും ഒരു 4ാമത്തെ ഓപ്ഷൻ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്ന് കാണാൻ പറ്റും. അതമർത്തുക. അതമർത്തിയതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മൾ നിലവിൽ എടുത്തിരിക്കുന്ന അതായത് നിലവിൽ നമ്മൾ ഏതൊക്കെ സൈറ്റിൽ കയറിയിട്ടുണ്ടോ ആ സൈറ്റുകളെല്ലാം എല്ലാ ഹിസ്റ്ററികളും ഡിലീറ്റ് ആവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലിയർ ഡാറ്റ കൊടുക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇത്രയും സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഏതൊക്കെ ഓപ്ഷനിൽ നമ്മൾ കയറിയിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ 3 കുത്തിൽ വീണ്ടും അമർത്തിയിട്ട് ക്ലോസ് ആൾ ടാബ്സ് കൊടുക്കുക. അതായത് നമ്മൾ നിലവിൽ ഇത്രയും എത്ര ടാബുകൾ നമ്മൾ എത്ര സൈറ്റുകൾ കയറി ഇരിക്കുന്നുണ്ടോ അതൊക്കെ മിനിമൈസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ക്ലോസ് ആൾ ടാബ്സ് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വരിക. ഗൂഗിൾ ക്രോം വീണ്ടും എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ ക്രോമിൽ നമുക്കിവിടെ കാണാൻ പറ്റും റൈറ്റ് സൈഡിലായിട്ട് 3 കുത്ത്. എന്നിട്ട് നമ്മൾ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എടുക്കുക. അതിനുശേഷം ക്ലിയർ ഡാറ്റ കൊടുക്കുക. ക്ലിയർ ഡാറ്റ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ക്ലിയർ ഡാറ്റ എല്ലാ ഡാറ്റയും പോയി കഴിഞ്ഞു. ഇനി നമ്മളുടെ ഗൂഗിൾ ക്രോം ഫ്രഷായി. ഇപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം നമ്മൾ എടുക്കുമ്പോൾ സൈൻ ഇൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതായത് നമ്മൾ മെയിൽ ID ഉപയോഗിച്ചിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട. നമ്മളുടെ കുക്കീസൊക്കെ ഓഫ് ചെയ്തിട്ടുള്ളതാണ് ആ പ്രശ്നം വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നമ്മളുടെ 3 കുത്തമർത്ത് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്യണം. എങ്കിൽ മാത്രമേ പഴയ മെയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് സെറ്റിങ്സ് തന്നെ എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമുക്ക് നേരെ സൈറ്റ് സെറ്റിങ്സ് എടുക്കുക. സൈറ്റ് സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമുക്ക് നേരെ നമ്മളുടെ ഓൺ ഡിവൈസ് ഡാറ്റ എന്നുള്ള ഓപ്ഷനിൽ ഓൺ ഡിവൈസ് ഡാറ്റ ഓണാക്കിയിടുക. ഓണാക്കിയിട്ട് കഴിയുമ്പോൾ നമ്മൾ മെയിൽ ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും സൈൻ ഇൻ എന്നുള്ളത് മാറിക്കിട്ടും. നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഓട്ടോമാറ്റിക് നമ്മളുടെ ഫോൺ സൈൻ ഇൻ ആയിട്ടുണ്ട്. നമ്മളുടെ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിൽ നമ്മളുടെ പ്രൊഫൈൽ ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.